പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആകെ ക്ഷുഭിതനാണ്. ആ ക്ഷോഭം ഇന്ന് ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ ശരിക്കും അനുഭവിച്ചറിയുന്നതാണ് കണ്ടത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിനാണ് പിണറായി ദില്ലിയിലെത്തിയിരിക്കുന്നത്. പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നീറിപ്പുകയുന്നതിനിടയിലാണ് നിർണായകമായ കേന്ദ്ര കമ്മിറ്റി ചേരുന്നത്. സംസ്ഥാനത്ത് പാർട്ടിയിൽ തനിക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്ന നീക്കങ്ങളിൽ തികച്ചും അസ്വസ്ഥനാണ് പിണറായി. വിഴിഞ്ഞം വിഷയത്തിൽ പിണറായിയുടെ നിലപാടിനെയാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാക്കൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് പിണറായിക്ക് ഒരു എതിർവ പാർട്ടിയിൽ ഉണ്ടാകുന്നത്. പാർട്ടിയിൽ തന്റെ അപ്രമാദിത്വം അവസാനിച്ചു എന്ന് പിണറായിയെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവങ്ങൾ. ഇതിന്റെയൊക്കെ രോഷം കടിച്ചമർത്തിയാണ് പിണറായി കേന്ദ്ര കമ്മിറ്റിക്കായി ദില്ലിയിലെത്തിയിരിക്കുന്നത്. ഇതിനിടെ മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിനായി പിണറായിയെ സമീപിച്ചു. എന്നാൽ രോഷത്തോടെ പൊട്ടിത്തെറിക്കുകയാണ് പിണറായി ചെയ്തത്. മുൻപ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരിക്കെ പലപ്പോഴും പിണറായി മാധ്യമങ്ങളോട് രോഷത്തോടെ പെരുമാറിയിട്ടുണ്ട്. കടക്ക് പുറത്തുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇന്നും പിണറായിയെ വേട്ടയാടുന്നുമുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ തന്റെ മാധ്യമങ്ങളോടുള്ള സമീപനത്തിൽ പിണറായി ചെറിയ രീതിയിൽ മാറ്റം വരുത്തുകയും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതാണ് കണ്ടത്. അത് PR ഏജൻസികളുടെ ഉപദേശപ്രകാരമായിരുന്നു എന്നത് അന്ന് തന്നെ വെളിപ്പെടുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് പിണറായിയുടെ പ്രതികരണത്തിന് മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുന്നത്. മാധ്യമങ്ങൾ പിണറായിക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്ന് കാർഡ് അടിച്ചിറക്കി ജനങ്ങളെ അറിയിച്ചതാണ് പാർട്ടി ചാനലായ കൈരളി. അതിന് തൊട്ടു പിന്നാലെയാണ് തന്നെ സമീപിച്ച മാധ്യമങ്ങളെ പിണറായി ആട്ടിപ്പായിച്ചത് എന്നതാണ് ഏറെ രസകരം. അതിന്റെ വീഡിയോ കാണാം. ഞാൻ പറയൂ, നിങ്ങൾ വെടിവിട് നിർത്തുന്ന കാര്യം കാലിക്കെടുക്കുന്നതിന് മുമ്പിൽ നിങ്ങൾ നടക്കല. കാലിക്കെടുക്കുന്നതിന് മുമ്പിൽ നിങ്ങൾ നടക്കല. ന്യൂസ്